മുഖ്യമന്ത്രി സ്ഥാനം തീരുമാനിക്കുമ്പോൾ കോൺഗ്രസ് ജനവികാരം മാനിക്കണം നിലപാടുമായി ലീഗ്. റിസൾട്ട് വന്നിട്ട് യു ഡി എഫിന് ഒരു സിസ്റ്റം ഉണ്ട്, ഒരു മെത്തേഡ്. മുന്നണിക്ക് നേരുന്ന കക്ഷി എന്നുള്ളതായിട്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി. അതിനുള്ള കീഴ്വഴക്കങ്ങളുണ്ട്. ആ കീഴ്വഴക്കം അനുസരിച്ച് തിരുവനന്തപുരത്തും ഡൽഹിയിലും ഒക്കെ ചർച്ച ചെയ്തിട്ടാണ് ഗവൺമെന്റുകൾ രൂപീകരിച്ചിട്ടുള്ളത്. സതീശിനെ അനുകൂലിച്ച് ആലുവയിൽ കൂറ്റൻ ഫ്ലക്സ്. രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി റീലുമായി പ്രവർത്തകർ. മുഖ്യമന്ത്രി തർക്കത്തിൽ പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് KPCC. നേതാവായി ഒരു സുപ്രഭാതത്തിൽ പൊട്ടിവീണ ആളല്ല താണെന്ന് രമേശ് ചെന്നിത്തല. ഇന്ന് സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ നേതാവാകുമെന്നും രമേശ്. രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നു മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി കേസ് ഉണ്ടാക്കി, സൈക്കിളിൽ പോയി കേസ് ഉണ്ടാക്കി. ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് KSU യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. രമേശ് ചെന്നിത്തല ഭരണ മികവിനെ പുകഴ്ത്തി VM സുധീരൻ. വകുപ്പ് പല സന്ദർഭങ്ങളിലും ഇക്കാലത്തൊക്കെ പ്രതിക്കൂട്ടിലാകുമ്പോൾ രാഷ്ട്രീയ കൊലപാതകങ്ങളും സംഘർഷങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയും പ്രിയപ്പെട്ട രമേശിനും സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയായി. കടുത്ത ചൂടിനൊപ്പം സംസ്ഥാനത്ത് കുതിച്ചുയർന്ന വൈദ്യുതി ഉപയോഗം. പ്രതിദിന ഉപയോഗം 6195 മെഗാവാട്ട് പിന്നിട്ടു. പുറത്തുനിന്നുള്ള വിഹിതവും നാളെ മുതൽ കുറയും. ഉപയോഗം ക്രമീകരിച്ച് സഹകരിക്കണമെന്ന് KSEB. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലെന്നും സ്വാഭാവിക നിയന്ത്രണമെന്നും മന്ത്രി. കൊടും ചൂടിന് ശമനമില്ല. ആശങ്കയായി അൾട്രാ വയലറ്റ് സൂചികാ നിരക്ക്. പട്ടാമ്പിയിലെ മരണം സൂര്യാഘാതമേറ്റെന്ന സംശയം. ഇടുക്കിയിൽ 2 പേർക്ക് സൂര്യാതപമേറ്റു. മൂന്നാറിൽ UV ഇൻഡെക്സ് റേറ്റ് 8-ലെത്തി. വിനോദസഞ്ചാരികൾക്ക് മുന്നറിയിപ്പ്. പാമ്പ് കടിയേറ്റ് വീണ്ടും മരണം. കുട്ടനാട്ടിൽ മൂർഖന്റെ കടിയേറ്റ് സ്ത്രീ മരിച്ചു. കായംകുളത്ത് 15-കാരിക്കും പാലക്കാട് അംഗനവാടി വർക്കർക്കും കടിയേറ്റു. കോഴിക്കോട് കല്ലാച്ചിയിൽ വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കോഴിക്കോട് ഉള്ളിയേരിയിൽ തൊഴിലുറപ്പ് ജോലി സ്ഥലത്ത് പെരുമ്പാമ്പ്. അമേരിക്കയെ പരിഹസിച്ച് ഇറാൻ. മുഖം രക്ഷിച്ച് യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാനുള്ള തത്രപ്പാടിലാണ് അമേരിക്കയെന്ന് ഇറാൻ പ്രതിരോധ മന്ത്രാലയം. പരിഹാസം. ഇസ്ലാമാബാദിൽ 2ാം ഘട്ട ചർച്ചകൾക്കുള്ള നീക്കങ്ങൾക്കിടെ ചർച്ചയിലെ നിലപാട് പാകിസ്ഥാൻ സൈനിക മേധാവിയെ അറിയിച്ച ഇറാൻ. നെയ്തലക്കാവിലമ്മ തെക്കേ ഗോപുര നട തുറന്ന് ശ്രീമൂലസ്ഥാനത്ത്. തൃശൂർ പൂരത്തിന്റെ വിളംബരമായി നാളെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളുന്നതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കം. ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കി പൂരം. വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ മുൻ DGP RC-യിലേക്ക് പ്രതിയേർത്ത് പോലീസ്. അന്യായമായി സംഘം ചേർന്ന് അടക്കം വകുപ്പുകൾ. ആദ്യം പ്രതിയേർത്തിരുന്നത് കണ്ടാൽ അറിയാവുന്ന 50 പേർക്കെതിരെ മാത്രം.